ഹലോ. ഹലോ. എവിടെയാണ് കുഞ്ഞുമോളെ? ഞാനിവിടെ ഉണ്ട്. കുഞ്ഞുമോള് വയറൊക്കെ നിറച്ച് ഫുഡൊക്കെ കഴിച്ച? അതല്ല, എന്തൊരു കുഞ്ഞുമോള്. അല്ല, അവിടെ വിളിക്കുന്ന കേട്ട് കുഞ്ഞുമോളേന്ന്. കയ്യിലിരിപ്പോട് സത്യത്തിൽ അങ്ങനെയല്ല വിളിക്കേണ്ടതെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയി അങ്ങനെ പറയാന്. പിന്നെ എങ്ങനെ വിളിക്കേണ്ടേ? കയ്യിലിരിപ്പ് വെച്ച് അതിപ്പോ ഞാൻ പറയണില്ല. കയ്യിരിപ്പുണ്ടെങ്കില് മുത്തേന്നോ പൊന്നേന്നോ അങ്ങോട്ട് വിളിക്കണം. നല്ലതാ. പിന്നല്ലാണ്ട് ഞാൻ പറഞ്ഞാലേ ഏറിപ്പോവും. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒന്നും പറയണില്ലേ. ഇങ്ങനെ കുഞ്ഞുമോള് എല്ലാം കഴിഞ്ഞ് പരിപാടിയെല്ലാം കഴിഞ്ഞു. പിന്നെ അല്ലടോ, എന്നെ എന്താ എല്ലാരും അങ്ങനെ വിളിച്ചേ? അത് ഞാൻ കുഞ്ഞു കുട്ടിയാണ്ട് കൊടുത്ത. ആറാം പറപ്പ്. ഞാനോ? കുരുത്തക്കേട്. സോറി. ഞാൻ പാവാ. വെറും പാവോ അല്ലേ? വെച്ച് ഞാൻ ഉമ്മാനോട് എപ്പോഴും പറയും ഞാൻ പാവാ. ഒരു പാവക്കുട്ടീനെ ഒരു പുച്ഛം. ഇല്ലടോ, പുച്ഛിച്ചൊന്നുമല്ല. ഒരു പാവക്കുട്ടീനെ മേടിച്ച് കയ്യിൽ തരാൻ കളിക്കാന്. വെറുതെ ഇരിക്കും ബോറടിക്കൂല എനക്ക്. ഞാൻ പാവക്കുട്ടീനിട്ട് കളിക്കാ? നല്ല കഥായിപ്പോയി. പിന്നെ എന്തിട്ടാ? അല്ല മോളെ, ഇപ്പൊ ഭയങ്കര ഹാപ്പി മൂഡല്ലേ? പിന്നെ ഫുൾ ഹാപ്പി. കുറച്ച് കഴിയട്ടെ, ഇറങ്ങും ഭ്രാന്ത്. അത് നിങ്ങൾ ഇന്നെ ദേഷ്യം പിടിപ്പിച്ചിട്ടാ? ആണോ? കഷ്ടായി പോയി. ഞാൻ കുറച്ച് മിഠായി കൊടുത്തു വിടുന്നുണ്ട്. അനക്കല്ല, പിന്നെ കുട്ടികൾക്ക്. എനിക്കും. പഠിച്ചോനെ, അതിന് ഈ കുട്ടിയാ? പിന്നെ എവിടുത്തെ കുട്ടി? ഞാനോ? മൂത്ത കുട്ടി, മുതിർന്ന കുട്ടി. അല്ല, കുഞ്ഞു കുട്ടി. ഇത്രയും കാലമായിട്ടും വളർന്നില്ല. ഇല്ലാന്നേ. എന്നാവോ വളരുക? അതിപ്പോ അടുത്തൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഓരോ ദിവസം കഴിയുമ്പോ. എന്തെങ്കിലും കാര്യം വരട്ടെ, അപ്പൊ പറഞ്ഞതരല്ലേ വളരുന്ന എപ്പോഴാണ്. അതല്ലേ മനസ്സ് ഉദ്ദേശിച്ചത്. എന്റെ മനസ്സ് ഇത്രയും അധികം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? പിന്നെ സതുദ്ദേശങ്ങളൊന്നും ഉണ്ടാവില്ല അതിനകത്ത്. ദുരുദ്ദേശങ്ങളും മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റങ്ങളൊക്കെ കൂടുതൽ അതിനുള്ളിൽ ഉണ്ടാവല്. പിന്നെ നിങ്ങള് കൂടുതൽ വേറെ ആരുമല്ല. അത് തന്നെ ഞാൻ പറഞ്ഞത്. എന്നെ കുറിച്ച് എന്നെ ഇങ്ങനെ കുഴിച്ചടിക്കാം അങ്ങനെയുള്ള ദുരുദ്ദേശങ്ങളായിരിക്കും കൂടുതലും. നല്ലോണം ഇന്നുവരെ നല്ലൊരു ഉദ്ദേശമായിട്ട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. പൊന്നു മോളെ, ഈ പാവം തന്നെയാ. അന്നെ കഴിഞ്ഞേ ഉള്ളൂ എല്ലാരും ലോകത്ത്. അങ്ങനെയല്ലേ? എനിക്കങ്ങനെ തോന്നിയിട്ടൊന്നും ഇല്ലെങ്കിലും ഞാൻ എനക്കൊരു സന്തോഷത്തിന് വേണ്ടി പറഞ്ഞേ. പഠിച്ചോ, ഞാൻ ഏറ്റവും വലിയ ദുഷ്ടനല്ലേ? എനിക്കറിയില്ല ഇത്രയും കാലമായിട്ട്. എത്ര നാളായി ഇങ്ങനെ കൊതിപ്പിക്കാൻ? അതാ പറഞ്ഞത്, ഏറ്റവും വലിയ ദുഷ്ടൻ ഞാനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത്ര വലിയ ദുഷ്ടനൊന്നല്ല, എന്നാലും ചെറിയ സമയത്ത് മാത്രം. മാറ്റി പറയണ്ടേ, അങ്ങനെ തന്നെ ഇരുന്നാ മതി. ചില സമയത്ത് മാത്രമല്ലോ. എന്നാലും സാരമില്ല, കുഞ്ഞുമോൾ അവിടെ ഇരിക്കട്ടോ.